തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ വീട് കുത്തിത്തുറന്ന വൻ കവർച്ച. 90 പവനും 1 ലക്ഷം രൂപയും മോഷണം പോയി. റിട്ടയേർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഗിൽബർട്ടിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അർജുൻ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? സനീഷ, വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മോഷണക്കുറ്റം മോഷ്ടാക്കളിലേക്ക് എത്തുന്ന ഒരു സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയാണ് മോഷണം നടക്കുന്നത്. ഗിൽബർട്ടും ബന്ധുക്കളും അവരുടെ സഹോദരിയുടെ മകൻ മരിച്ചതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ ബന്ധു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് നോക്കിയ ഘട്ടത്തിലാണ് വീട്ടിൽ മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുകളിലെ നിലയിൽ നിന്ന് 90 പവൻ നഷ്ടമായ വിവരം അറിയുന്നത്. താഴത്തെ നിലയിലെ മുറിയും കുത്തി തുറന്നിട്ടുണ്ട്, അലമാര കുത്തി തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് 1 ലക്ഷം രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഇവിടെ ഇല്ല എന്നുള്ളത് അറിയുന്ന ആളുകളാണോ ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ള സംശയം ഇപ്പോൾ പോലീസിന് ഉണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ചും ആളുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുള്ളവരാണ് മോഷ്ടാക്കൾ എന്ന നിഗമനത്തിലേക്ക്, പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. വീടിന്റെ മുൻവശവും പിൻവശവും തുറന്ന് ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തി തുറന്ന നിലയിലാണ് പ്രതികൾ അകത്തേക്ക് കയറിയത്. അതേസമയത്ത് മുൻവശത്ത് ഗേറ്റ് ഉണ്ട്, അത് കടന്നല്ല, അതിനപ്പുറത്തേക്ക് മതിൽ ചാടിക്കടന്നാണ് പ്രതികൾ അകത്തേക്ക് കയറിയിട്ടുള്ളത്. വീടിന്റെ മുറികൾ ആകെ ഈ സംഘം പരിശോധിച്ചിട്ടുണ്ട്. വീട്ടിലെ വസ്ത്രങ്ങളും ഒക്കെ വലിച്ചിട്ട നിലയിലാണ്. മുകളിലെ നിലയിൽ നിന്നാണ് 90 പവൻ പ്രതികൾക്ക്, മോഷ്ടാക്കൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. താഴത്തെ നിലയിൽ നിന്ന് 1 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മകൻ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. ഈ മകന്റെ മുറിയിൽ നിന്നാണ് ഈ സ്വർണം കൂടുതലായും കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്. 90 പവനാണ്. പവന് 80,000-ലേറെ രൂപ വിലയുള്ളപ്പോഴാണ് 90 പവനും 1 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. എന്തായാലും പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്.